2024 ഈ ഡേറ്റിൽ വരെ സഹോദരങ്ങളെ ഒരബദ്ധവും പിടയാതെ ശത്രുക്കളെ മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഈ ഖുർആൻ എന്ന് പറയുന്ന മഹാവേദ ഗ്രന്ഥത്തിന്റെ അനുയായികളാകാൻ ഭാഗ്യം കിട്ടിയിട്ട് നമ്മൾ എവിടെയാണ്? ലോകമെന്ന് ഇസ്ലാമിന്റെ തടലേക്ക് മടങ്ങുകയാണ്. ഫാസ്റ്റ് റിലീജിയൻ കാട്ടുതീ പോലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാം പടർന്നു പന്തലിക്കുമ്പോ ഒരു ഉപ്പക്കും മുസ്ലിമായ ഉപ്പക്കും ഉമ്മക്കും ജനിക്കാൻ ഭാഗ്യം കിട്ടിയിട്ട് ഇപ്പോഴും ഇങ്ങനെ സാമട്ടില് ഹിദായത്ത് കൊണ്ട് പന്താടുന്നവരെ, മരണമുണ്ട് നിങ്ങൾക്ക്, പരലോകമുണ്ട് നിങ്ങൾക്ക് എന്ന് കുറച്ച് ആർജവത്തോടെ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم أم حسب الذين اجترحوا السيئات أن نجعلهم كالذين آمنوا وعملوا الصالحات سواء محياهم ومماتهم ساء ما يحكمون. സ്നേഹധരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, നാം ഓരോരുത്തരെയും നാം അറിയാതെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന സകല അനുഗ്രഹങ്ങളുടെയും ദാതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും കാത്തു സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ശക്തമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ അടിമകളിൽ നാം ഓരോരുത്തരെയും അവൻ ഉൾപ്പെടുത്തുകയും അങ്ങനെ തന്നെ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന സ്വർഗാവകാശികളിൽ അള്ളാഹു നമ്മെ ചേർക്കുകയും ചെയ്യുമാറാവട്ടെ. പുതിയ സമൂഹത്തിൻ്റെ അവസ്ഥാവിശേഷങ്ങളെക്കുറിച്ച് അറിയുന്നവരാണ് നാം ഓരോരുത്തരും. നന്മകൾ നാട് നീങ്ങുന്ന, തലസ്ഥാനത്ത് തിന്മകൾ കുടിയേറിപ്പാർക്കുന്ന ദുരന്തപൂർണമായൊരവസ്ഥ
സമൂഹത്തിൽ അധികരിച്ചു വരികയാണ്. എവിടെ നോക്കിയാലും അനീതിയുടെയും അരാജകത്വത്തിൻ്റെയും വാർത്തകളും പ്രവണതകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നന്മയ്ക്ക് വേണ്ടി നിലനിൽക്കേണ്ടുന്ന നിയമ സംവിധാനങ്ങൾ വരെ നോക്കുകുത്തികളായിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ സമൂഹത്തിൽ ഇന്നുണ്ട്. നീതിക്ക് വേണ്ടി നിലനിൽക്കേണ്ടവർ അനീതിയുടെ കാവലാളുകളാകുന്ന ദുരന്തപൂർണമായ ഒരവസ്ഥ. സമൂഹം ആഗ്രഹിക്കുന്ന നന്മ എന്താണോ, സമൂഹം ആഗ്രഹിക്കുന്ന നീതി എന്താണോ, അതല്ല ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും വിധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജാസിയയുടെ 45-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞൊരായത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യമായി ഓതി കേൾപ്പിച്ചത്. അം ഹസിബല്ലദീന ജ്തറഹു സയ്യിആതി അൻ നജഅലഹും കല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് സവാഅം മഹ്യാഹും വമമാതുഹും സഅ മാ യഹ്കുമൂൻ. ഒരുപക്ഷെ തിന്മകൾ ചെയ്തു കൂട്ടിയ ആളുകൾ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ, അവർ വിചാരിച്ചു പോയോ വിശ്വാസത്തിൻ്റെ മേൽ ജീവിക്കുകയും അതിൻ്റെ കൂടെ സൽപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ പോലെ തിന്മകൾക്ക് വേണ്ടി നിലനിൽക്കുന്നവരെ നാം ആക്കി തീർക്കുമെന്ന് അവർ വിചാരിച്ചു പോയോ എന്ന് അല്ലാഹു വല്ലാത്തൊരു ഭീഷണിയുടെ സ്വരം ഖുർആനിൽ നടത്തുന്നുണ്ട്. അത്തരം ആളുകളുടെ ജീവിതവും മരണവും സമമാകുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വചനത്തെ അല്ലാഹു അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെയ്ത തിന്മകൾക്ക് അനുസൃതമായ ശിക്ഷ വിധിക്കപ്പെടുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുൽ ഖിസാസ് ഫിൽ ഖത്ല, സത്യവിശ്വാസികളെ കൊല്ലപ്പെട്ടവരുടെ വിഷയത്തിൽ പ്രതിക്രിയ നടത്തൽ നിങ്ങളുടെ മേൽ നിയമമാക്കപ്പെട്ട വിഷയമാണ്. ഒരു ഇസ്ലാമിക രാജ്യമാണെങ്കിൽ ദൈവിക മതത്തിൻ്റെ നിയമം എന്നോണം കൊല്ലപ്പെട്ടവന്റെ മേൽ അതിനനുസൃതമായ നിയമം പാസാക്കുക എന്നുള്ളത് അള്ളാഹു ഇറക്കിയ നിയമമാണ്. അപ്പൊ നിയമം നീതിയോടെയാകണം എന്നുള്ളത് ദൈവിക കൽപ്പനയാണ്, പ്രകൃതി നിയമമാണ്. അതാണ് ഇന്ന് ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് സമൂഹത്തിൽ അത് കൃത്യമായി നടപ്പാക്കപ്പെടുന്നില്ല എന്ന് നമുക്കറിയാം. അവിടെയാണ് ഇങ്ങനെയാണ് ലോകത്തിൻ്റെ നിയമങ്ങളെങ്കിൽ, സംവിധാനങ്ങളെങ്കിൽ, നീക്കുപോക്ക് എങ്കിൽ പരലോകത്തെക്കുറിച്ച് വിശ്വാസമില്ലാത്തവർ വരെ അവരുടെ മനോനുകരങ്ങളിൽ ചോദിക്കുന്നൊരു ചോദ്യമല്ലേ, ബുദ്ധിയുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, നീതിയുള്ളൊരു ലോകം, അനീതിക്ക് വേണ്ടി ആര് കൂട്ടുനിന്നാലും, അനീതികൾ എങ്ങനെ ലോകത്ത് നടമാടിയാലും നീതിയുടെ ഒരു ലോകം മനുഷ്യബുദ്ധി ആഗ്രഹിക്കുന്നില്ലേ? ചില ആളുകളെങ്കിലും ചിന്തിച്ചു പോകാറുള്ളത്, ഇവിടെ നീതി ലഭിച്ചില്ല എങ്കിൽ നാം എന്തു ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം തന്നെ അവസാനിപ്പിച്ചു കളയുന്ന ബുദ്ധിശൂന്യർ. എല്ലാ നീതിയും ഇവിടെ പുലർന്നില്ല എങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി, പരാജയപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്നവർ. ഉദാഹരണമായി, ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ചില നിയമവ്യവസ്ഥകൾക്ക് വേണ്ടിയുള്ള റിസൾട്ടിന് കാത്തിരിക്കുകയാണ് നമ്മൾ. അത് നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ അപ്പുറത്ത് പ്രതികൂല സാഹചര്യമായി വന്നു കഴിഞ്ഞാൽ കടുത്ത നിരാശയിലേക്ക്
നൈരാശ്യത്തിലേക്ക് നീങ്ങി ജീവിതത്തിലെ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും മാറ്റിവെച്ച് ഒന്നിനും താല്പര്യമില്ലാതെ എല്ലാം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് ആരെങ്കിലും ചിന്തിക്കുന്ന ആളുകളായി മാറുന്നുണ്ട് എങ്കിൽ അവരുടെ മനസ്സിൽ ഈമാനില്ല എന്നാണ്. നിങ്ങൾക്ക് ഷർറായി തോന്നുന്ന കാര്യങ്ങൾ നന്മയായി ഭവിക്കാമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് നന്മയായി തോന്നുന്ന കാര്യങ്ങൾ അതിശക്തമായ തിന്മയായും നിങ്ങൾക്ക് വന്ന് ഭവിക്കാമെന്ന് അതേ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. ഒരു കാര്യത്തിന്റെ ഖൈറും ഷർറും തീരുമാനിക്കുന്ന നമ്മളല്ല. നമ്മൾക്ക് ഭൗതികപരമായ കാര്യങ്ങൾ ചെയ്തു വെക്കാനേ സാധ്യമാവുകയുള്ളൂ. അത് എങ്ങനെ നടപ്പിലാക്കണമെന്ന് തീരുമാനിക്കേണ്ടത് എല്ലാം അറിയുന്നവനായ മലിക്കുൽ ജബ്ബാറായ അള്ളയാണ്. വിശ്വാസികൾ ആലോചിക്കേണ്ട കാര്യം ഒന്ന് മാത്രം: വിശ്വാസിയുടെ ജീവിതത്തിൽ ഖൈറായ പരീക്ഷണങ്ങളായാലും ഷർറായ പരീക്ഷണങ്ങളായാലും അജബൽ ലി അംറിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. റസൂലുള്ളാഹി പറഞ്ഞ വാക്കാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാരണം? അവനൊരു ഖൈറായ പരീക്ഷണം വന്നു കഴിഞ്ഞാൽ ഹമിദല്ലാഹ്, അവൻ അല്ലാഹുവിനെ സ്തുതിക്കും, അൽഹംദുലില്ലാഹ്. ഒരു ഷർറായ വേദനാജനകമായ മനസ്സിന് വേദനയുണ്ടാക്കുന്ന പരീക്ഷണമാണ് അവന് വന്നതെങ്കിൽ അവൻ അല്ലാഹുവിന് വേണ്ടി അത് ക്ഷമിക്കും. അതും അവന്റെ നന്മയാണ്. തൊട്ടതെല്ലാം പൊന്നാക്കുന്നവരാണ് വിശ്വാസികൾ എന്നർത്ഥം. ഞാൻ പറഞ്ഞു വന്നത്, ദുനിയാവിന്റെ സിസ്റ്റം അങ്ങനെയാണ്. ഇവിടെ നീതി പൂർണ്ണമല്ല. ഇവിടെ അനീതികളുണ്ട്, നീതികളുണ്ട്, ധർമ്മമുണ്ട്, അധർമ്മമുണ്ട്, നന്മയുണ്ട്, തിന്മയുണ്ട്, കള്ളന്മാരുണ്ട്, നല്ലവരുണ്ട്. ഇത് ദുനിയാവിന്റെ സിസ്റ്റമാണ്. എന്നാൽ വിശ്വാസികൾ ആലോചിക്കേണ്ടത് പൂർണ്ണമായ നീതിയുടെ ലോകം പരലോകം മാത്രമാണ്. ആ ലോകത്ത് ഒരു അനീതിയും ആരോളും അല്ലാഹു കാണിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എങ്ങനെയുള്ള നന്മയാണ്, നീതിയാണ് അവിടെ നടപ്പിലാക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട സുഹൃതങ്ങൾ ചെയ്ത് തിന്മകളിൽ നിന്ന് കഴിവിന്റെ പരമാവധി മാറി നിന്ന് ക്ഷമയോടെ ജീവിച്ചവർ ആരാണോ അവർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് അല്ലാഹു ചെയ്തിരിക്കും. അവിടെ കൃത്യമായ നന്മകൾ നമുക്ക് ചെയ്തത് കാണിച്ചു തന്നിരിക്കും. നമ്മൾ മറന്നുപോയതാകാം, നമ്മൾ പോയ നന്മകളാകാം. പക്ഷെ അല്ലാഹുവിന്റെ കിതാബിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. എന്താണ് അത്തരം നന്മകൾ ചെയ്തവർക്കുള്ള കൂലി? അത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അമ്മല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി ഫലഹും ജന്നാത്തുൽ മഅവാ നുസുലം ബിമാ കാനൂ യഅമലൂൻ. ആരാണോ സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് അവർക്കാണ് സുഖവാസങ്ങളുടെ ലോകമായ സ്വർഗമുള്ളത്. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? ഈ വെള്ളിയാഴ്ച ദിവസം നമ്മളൊക്കെ ഓതി വെച്ച വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിന്റെ 107ാമത്തെ അവസാനത്തെ വചനങ്ങളിൽ ഒരു വചനം എന്താണ്? ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, തീർച്ചയായും വിശ്വസിക്കുകയും സൽപ്രവർത്തികൾ ചെയ്യുകയും ചെയ്യുന്നവർ ആരാണോ അല്ലാഹു അവർക്ക് നൽകുന്നത് എന്താണ്? കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. അവർക്ക് അല്ലാഹു ഒരുക്കി വെച്ച സൽക്കാരമാകുന്ന സ്വർഗം. അല്ലാഹു അത് നൽകുന്നവരുടെ കൂട്ടത്തിൽ നമ്മെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അത് നീതിയാണ്. അതിൽ അല്ലാഹു യാതൊരു വഞ്ചനയും ആരോടും കാണിക്കുകയില്ല. നേരെ തിരിച്ച വിപരീതമായ ജീവിതം നയിച്ചവരാണെങ്കിലോ, ഇന്ന് വെള്ളിയാഴ്ചയാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇന്നത്തെ സുബഹി ജമാഅത്തിന് പങ്കെടുത്തവർ ഇമാമിൽ നിന്ന് കേട്ട വചനമാകാം. വഅമ്മല്ലദീന ഫസഖൂ ഫമഅവാഹുമുന്നാർ. തോന്നിവാസം പ്രവർത്തിച്ച് ജീവിച്ചവർക്ക് സങ്കേതം നരകമാണ്. എത്ര കൃത്യമാണ് കാര്യം. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, കുല്ലമാ അറാദു അൻ യഖ്റുജൂ മിൻഹാ ഉഈദു ഫീഹാ വഖീല ലഹും ദൂഖൂ അദാബൻ നാരി അല്ലദീ
കുൻതും ബിഹി തുകദ്ദിബൂൻ. ആ നരകത്തിന്റെ തീജ്വാലകളിലേക്ക് അവരെ കൊണ്ട് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തു കടക്കാൻ അവർ ശ്രമിക്കുമ്പോഴെല്ലാം വീണ്ടും അവരെ അതിലേക്ക് മടക്കപ്പെടുന്നതാണ് എന്നാണ്. ആ മടക്കപ്പെടൽ എങ്ങനെയെന്നറിയോ? വലിയ ഇരുമ്പിന്റെ ഹാമറുകൾ കൊണ്ട് തലയുടെ മൂർധാവിൽ നരകത്തിന്റെ സബാനിയത്തിന്റെ കാവൽക്കാർ, നരകത്തിന്റെ കാവൽക്കാർ അവരുടെ മൂർധാവിൽ അടിക്കപ്പെടുമെന്നാണ്. അള്ളാഹു പറയാണ് ഒരിക്കലും അവർക്കതിൽ നിന്ന് രക്ഷയില്ല എന്ന് മാത്രമല്ല, അള്ളാഹ് അവരോട് പറയുന്ന നിങ്ങള് വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളോട് നീ ഇത് ആസ്വദിക്കടാ എന്ന് പറയുമ്പോൾ അതിനൊരു വീണ്ടും ഒരു വേദനയുണ്ടല്ലേ. അതാണ് അള്ളാഹു അവരോട് പറയാ, ദൂഖൂ അദാബന്നാർ, നരകത്തിലെ ശിക്ഷ ഒരിക്കലും ആസ്വാദ്യകരമല്ല. എന്നിട്ടും അള്ളാഹ് പറയാ എന്താണ്? ദൂഖൂ, നിങ്ങൾ ആസ്വദിക്കൂ എന്നാണ്. അവരെ പരിഹസിച്ചുകൊണ്ട് പരമാവധി നിന്ദ്യരാക്കി, ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ, ഒരു സെന്റിമെന്റ്സുകൾക്ക് സ്ഥാനവുമില്ലാതെ നരകത്തിന്റെ തീജ്വാലകൾ അവരെ രോമകൂപങ്ങളിലൂടെ നക്കിത്തുടക്കുന്ന ലോകത്ത് സഹോദരങ്ങളെ അള്ളാഹ് പറയണം അവരോട്, കാരുണ്യവാനായ റബ്ബ് പറയാൻ, ജീവിതം നമ്മോട് ചോദിക്കാതെ അള്ളാഹ് പറഞ്ഞതുപോലെ ജീവിക്കാനുള്ള മാനദണ്ഡങ്ങളും പദ്ധതികളും ആവിഷ്കരിച്ച ആ റബ്ബിന്റെ നിയമങ്ങൾ സ്വീകരിക്കാതെ റബ്ബിനെ കണ്ടുമുട്ടിയവരോട് അള്ളാഹ് പറയണ കിടക്കട നരകത്തിൽ, നീ നരകത്തിന്റെ ശിക്ഷ ആസ്വദിക്കൂ എന്നാണ്. അതാണ് നീതി. അത് കൃത്യമായിട്ട് അള്ളാഹ് നടപ്പിലാക്കും. ഒരാളോടും അക്രമം കാണിക്കൂലെന്നാണ് അല്ലേ. വവുളിയൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ്. കുറ്റവാളിയുടെ കൈകളിലേക്ക് അവന്റെ ജീവിത പദ്ധതിയാകുന്ന കിതാബ് നൽകപ്പെടുമ്പോൾ ആ കിതാബിലുള്ളത് അവൻ ധൃതിപ്പെട്ട് കണ്ണോടിച്ച് വായിക്കുമ്പോ അവൻ പറഞ്ഞു പോകുന്ന വാക്കെന്താണെന്നറിയുമോ? മാലിഹാദൽ കിതാബ്, മാലിഹാദൽ കിതാബ്, ഇതെന്തൊരു കിതാബാണ്, ഇതെന്തൊരു ഗ്രന്ഥമാണ്. എന്നിട്ട് അവൻ കൂട്ടത്തിൽ ചേർത്ത് പറയുന്ന വാക്കെന്താണ്? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറാ. ചെറുതോ വലുതോ ആയ ഒന്നും ഈ ഗ്രന്ഥത്തിൽ വിട്ടുപോയിട്ടില്ലല്ലോ, എല്ലാം ഇതിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ടല്ലോ. ഞാനെന്ന് കണ്ടത് ഇതിലുണ്ടല്ലോ, ഞാനെന്ന് പറഞ്ഞത് ഇതിലുണ്ടല്ലോ, ഞാനെന്ന് ആരാമായ രൂപത്തിൽ ആസ്വദിച്ചത് ഇതിലുണ്ടല്ലോ എന്ന് കുറ്റവാളി പറയുന്ന ലോകമാണ് കേട്ടോ. അല്ലാഹു പറയണേ, ഓൻ ചെയ്തതൊക്കെ അതിൽ കാണാൻ. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, നമുക്ക് മനുഷ്യന്മാരെ കണ്ടെന്ന് മറയിട്ട് വെക്കാൻ കഴിഞ്ഞേക്കാം. നാലാളെ മുമ്പിൽ നമുക്ക് നല്ല പിള്ളക്ക് ചമയാൻ കഴിഞ്ഞേക്കാം. ഞാൻ വലിയൊരു ദാഴിയാണ്, ഞാൻ വലിയ ഒരു നന്മ ചെയ്യുന്ന ആളാണ്, ഞാൻ കുഴപ്പമില്ലാത്ത ആളാണ് എന്ന് സമൂഹത്തിലുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ കണ്ണിമ വെട്ടാതെ നമ്മെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിന്റെ മുന്നിൽ നമ്മൾ എന്താ പറയാ? നമ്മൾ ചെയ്തു കൂട്ടിയ തിന്മകൾ കാണിച്ചു തരുമ്പോ അതിന്റെ കൃത്യമായ തെളിവുകൾ അല്ലാഹ് ഹാജരാക്കുമ്പോ നമുക്ക് നിഷേധിക്കാൻ കഴിയോ? അല്ലാഹ് പറയുകയാണ് നമ്മളോട്, വലാ യളിമു റബ്ബുക അഹദാ. അതാണ് വിഷയം. ദുനിയാവ് നീതിയുടെ ലോകമല്ല. വലാ യളിമു റബ്ബുക അഹദാ. പരലോകമോ അതാരോടും അക്രമം കാണിക്കാത്ത നീതിയുടെ ലോകമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു. അതിനെന്താന്ന് പറയാ നിങ്ങള്? അതിനല്ല സ്വീകരിച്ച ഒരു രീതി എന്ന് പറയുന്നത് പഴുതടച്ച പരിശോധനയാണ്. അപ്പൊ ദുനിയാവില് ഏതെങ്കിലും ഒരു കുറ്റവാളിയൊക്കെ നിയമപാലകർ പിടികൂടാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെതായ പഠനങ്ങളും അന്വേഷണങ്ങളും അവർ നടത്തുമ്പോൾ അവിടെയും അപാകതകൾ വന്നേക്കാം. പക്ഷെ അള്ളാഹു സ്വീകരിക്കുന്ന പഴുതടച്ച പരിശോധന എങ്ങനെയെന്നറിയോ? വിശുദ്ധ ഖുർആനിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന 2 ആയത്തുകൾ എന്താണ്? ഈ 2 ആയത്തുകളെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത്. ഏതാണ് ആയത്ത്? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. ആ വിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ അധ്യായത്തിന്റെ അവസാനത്തെ 2 വചനങ്ങൾ, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. ആരാണോ ഒരണുമണി തൂക്കം നന്മ ചെയ്തത് അതവന് നാം കാണിച്ചു കൊടുക്കുന്നതാണ്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ആരും കാണാതെ മുസല്ല വിരിച്ചിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്നവരോട് പറയാനുള്ളത്,
നീ സങ്കടപ്പെടേണ്ട മോനെ, നീ സങ്കടപ്പെടേണ്ട മോളെ. അല്ല കണ്ടിട്ടുണ്ട്, അല്ല കണ്ടിട്ടുണ്ട്. ഈ ദർറത്ത് എന്ന് പറഞ്ഞാൽ ആധുനിക അറബി ഡിക്ഷണറിയിൽ നമുക്ക് കാണാം, പഞ്ചസാര മണി പെറുക്കാൻ വരുന്ന കറുത്ത ഉറുമ്പിന്റെ ചെറിയ കാലുകളിൽ ഒരു കാലിന്റെ സ്പോട്ടാണ്. ഓട്ടവേലിലൂടെ പാറിക്കളിക്കുന്ന 10,000-കണക്കിന് ധൂളികളിൽ ഒന്നാണ്. അത്ര നന്മ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ല കാണിച്ചു തരും. ഇത് കേൾക്കുമ്പോൾ വിശ്വാസിക്ക് ആവേശം കൂടെ, ആര് കണ്ടാലില്ലെങ്കിലും എൻ്റെ റബ്ബ് കാണുന്നില്ലേ, അവനിത് രേഖപ്പെടുത്തുന്നില്ലേ? അതേപോലെ തന്നെയാണ് തിന്മയും രേഖപ്പെടുത്തുന്നത്. ഈ പഴുതടച്ച പ്രക്രിയയാണ് പരലോകത്തേക്ക് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. അതാണ് ഖുർആൻ പറഞ്ഞത്, അവർ ചെയ്തതൊക്കെ ആ കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടതായി അവർ കണ്ടെത്തും. അതെന്താ നിങ്ങളെ, ദിവസം ഉണ്ടാവും, സമയം ഉണ്ടാവും. എത്ര സമയമാണ് നമ്മളത് ചെയ്തത് അതുണ്ടാകും. എവിടെ വെച്ചാണ് ചെയ്തത് ആ പ്രദേശമുണ്ടാകും. വെറുതെ പറഞ്ഞതല്ല. അതേ സൽസലയിൽ അല്ല പറഞ്ഞത് എന്താണ്? ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ പറയുന്ന ദിവസം എന്നാ പറഞ്ഞത്. സഹാബികൾക്ക് ഡൗട്ടേ, നബി ഭൂമി എങ്ങനെ സംസാരിക്കുക? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ എവിടെ വെച്ചാണോ നന്മ ചെയ്തിട്ടുള്ളത് ആ നന്മ ചെയ്യുന്ന സ്ഥലത്ത് സാക്ഷിയായ സാധനങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നാളെ പരലോകത്തുനിന്ന് സാക്ഷി പറയുന്ന. ഇതാ നാളെ ഈ മിമ്പറിലുള്ള മൈക്ക് ഉണ്ടാവും പരലോകത്ത്. എന്തിനു വേണ്ടി? ഞാൻ ഈ ചെയ്ത നന്മക്ക് എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ. അല്ല സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ ചെയ്ത നന്മകളെല്ലാം അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, തിന്മയാണെങ്കിലും അങ്ങനെയാ. കഥ കടക്കാൻ പറ്റിയേക്കാം, കർട്ടനുകൾ താഴ്ത്തിയിടാൻ പറ്റിയേക്കാം, ഫാനിന്റെ സ്പീഡ് കൂട്ടാൻ പറ്റിയേക്കാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാന്യന്മാരായ മലക്കുകൾ, ബാക്കി പറയണ്ടല്ലോ, കൃത്യമായിട്ട് എല്ലാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. എങ്ങനെയാന്ന് അറിയങ്ങള്? നിവർത്തി വെക്കപ്പെട്ട ഗ്രന്ഥം തരാ. ഇനി എന്താ ഖുർആൻ പറയാൻ ബാക്കിയുള്ളത്? ഖുർആൻ പറഞ്ഞു, വകുല്ലു ഇൻസാനിൻ അൽസംനാഹു ത്വായിറ ഫീ ഉനുഖി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. അവന്റെ മുന്നിൽ നിവർത്തി വെക്കപ്പെട്ട ഗ്രന്ഥം അല്ലാഹു കൊടുക്കും. എന്നിട്ട് എന്താ നമുക്ക് ഡ്യൂട്ടി ഉണ്ടാവുള്ളൂ അറിയങ്ങള്? നമ്മളൊന്നും കൊടുക്കാല്ല, ഒരു സാക്ഷിയെയും റബ്ബിന് ആവശ്യമില്ല. ഇഖ്റ കിതാബക, സുബ്ഹാനല്ലാഹ്, ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ. നീ നിന്റെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്ക്, ഇന്ന് കണക്ക് നോക്ക ഈ എന്നെ മദീന. സഹോദരങ്ങൾ, ആ നൃത്തം ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, 2 മിനിറ്റ് എടുത്തിട്ട്. അള്ളാഹുവിന്റെ മുന്നിൽ കണക്ക് പറയുന്നൊരു സമയമല്ലേ? വർഷം വർഷം തികയുമ്പോൾ മുതലാളിന്റെ മുന്നിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരൻ തെറ്റൊന്നും കൂടാതെ കണക്കിങ്ങനെ സമർപ്പിക്കുമ്പോൾ അവിടെ തന്നെ ഒരു പേടി ഉണ്ടാവില്ലേ? എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളും അപാകതകളും വന്നിട്ടുണ്ടെങ്കിൽ 63 കൊല്ലം 40ഉം 50ഉം കൊല്ലമൊക്കെ നിങ്ങൾക്കറിയില്ലേ? പാലക്കാട് ജില്ലയിലെ വലിയ അഡ്വഞ്ചറായ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നൊരു സഹോദരൻ പെട്ടെന്ന് നെഞ്ചുവേദന വന്നപ്പോൾ പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട് എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള പ്രദേശത്തേക്ക്, അല്ലേ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ, സ്വന്തം വണ്ടി ഓടിച്ചു പോയി നെഞ്ചുവേദന വന്നപ്പോൾ. അദ്ദേഹം ഒരുപാട് ആളുകളെ, പ്രയാസപ്പെട്ട ആളുകളെ, വെള്ളത്തിൽ വീണവരെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദുരിതങ്ങളിൽപ്പെട്ടവരെ ഓടിച്ചെന്ന് രക്ഷപ്പെടുത്താൻ കഴിവുള്ളൊരു വ്യക്തിയാണ്. 42 വയസ്സുകാരനാണ്. ഇന്നലെ അദ്ദേഹം മരിച്ചു. നെഞ്ചുവേദന വന്നപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ, കല്ലടിക്കോട് എത്തിയപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞത് പാലക്കാട്ടേക്ക് വിടണം എന്നാണ് പറഞ്ഞത്. ആംബുലൻസിൽ പോകുന്ന വഴിക്ക് നെഞ്ചുവേദന കൂടി അദ്ദേഹം അറ്റാക്കായി മരണപ്പെട്ടു. അല്ലേ? ഇങ്ങനെ ഈ പടന്നയിലും ഈ ചെറുവത്തൂരും ഈ പരിസരത്തൊക്കെ കുറച്ച് മരണങ്ങൾ ഇങ്ങനെ ഏതാനും ആഴ്ചകളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ 6-6.5 അടി പൊക്കുള്ള ബോഡി മറിഞ്ഞു വീഴുമ്പോൾ അത്രയും കാലം കണ്ടതും കേട്ടതും കുടിച്ചതും തിന്നതും റബ്ബിന്റെ മുന്നിൽ കണക്ക് പറയുന്ന വല്ലാത്തൊരവസ്ഥ, അത് നന്മയിലായിരിക്കുമോ തിന്മയിലായിരിക്കുമോ എന്ന് അതിശക്തമായി ആലോചിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കള്ളസാക്ഷ്യം പറയൽ അവിടെ നടക്കൂല. ദുനിയാവിൽ ചിലപ്പോൾ ചില രാഷ്ട്രീയക്കാരെയോ വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ സ്വാധീനിച്ചിട്ട് നമ്മളെ കളികളും കടലാസുകളൊക്കെ നന്നാക്കിയെടുക്കാൻ പറ്റിയേക്കാം. പക്ഷെ അവിടെ നടക്കൂല. എത്രത്തോളം അറിയങ്ങള് സൂറത്തു യാസീനിലെ ആയത്തില്ലേ, اليوم نختم على أفواههم وتكلمنا أيديهم
വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം. അന്ന് സംസാരിക്കുന്നത് ദാ ഈ കരങ്ങളാണ്. കൈകൾ സംസാരിക്കുന്ന ഓരോന്നിനും വതശ്ഹദു അർജുലുഹും, കാലുകൾ സാക്ഷി നിൽക്കുകയാണ്. കാലുകൾ സാക്ഷി നിൽക്കുകയാണ്. നിങ്ങൾക്കറിയോ, ഈ കൈകളോടും തൊലികളോടുമൊക്കെ മനുഷ്യർ ചോദിക്കുമത്രേ, നീ എനിക്കെതിരെ സംസാരിക്കുകയാണോ? എങ്ങനെയാണ് നീ സംസാരിക്കുന്നത്? ഖുർആൻ പറയാണ്, നമ്മുടെ അവയവങ്ങളോട് നമ്മൾ നടത്തുന്ന ഒരു സംസാരം. ആ സമയത്ത് തൊലികളും കൈകാലുകളും പറയുമത്രേ, നിന്റെ നാവ് കൊണ്ട് നിന്നെ സംസാരിപ്പിച്ചവനാരോ അവൻ തന്നെയാണ് നിന്റെ ഈ കൈകളെ കൊണ്ട് സംസാരിപ്പിച്ചത് എന്ന്. സഹോദരങ്ങളെ, ശരീരത്തിൽ നിന്ന് തന്നെ സാക്ഷികളെ കൊണ്ടുവരുന്ന ലോകാണ്. യുവാക്കളെ, നമുക്കൊന്ന് നന്നാകണ്ടേ? സഹോദരങ്ങളെ, നമുക്കൊന്ന് മാറി ചിന്തിക്കണ്ടേ? കൃത്യമായി അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ജമാഅത്തിന് പോകാൻ നിർബന്ധിക്കപ്പെട്ടവനാണ് ഞാനെന്ന് ഒരു തോന്നൽ മനസ്സിൽ വേണ്ടേ? പുതിയ പുതിയ തിന്മകൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ പുതിയ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, അത് നിന്നെ വലിയ കുണ്ടുകളിലേക്ക് ചെന്ന് ചാടിക്കും. മടങ്ങ റബ്ബിലേക്ക്. റബ്ബ് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് സംവിധാനങ്ങൾ. അവിടെ സമാധാനമുണ്ട്, അവിടെ ശാന്തിയുണ്ട്, അവിടെ രക്ഷയുണ്ട്. പക്ഷെ ശൈത്താൻ നമ്മളെ സമ്മതിക്കൂല എന്നുള്ളതാണ് വിഷയം. നിങ്ങൾക്കറിയോ, നാളെ പരലോകത്ത് ചില ആൾക്കാരെ കയ്യിൽ അള്ളാഹു അതിൻ്റെ ഗ്രന്ഥം കൊടുക്കുമ്പോൾ കരയുന്ന, എങ്ങനെ കരയറിയ നിങ്ങൾ സഹോദരങ്ങളിൽ മൊത്തം മനുഷ്യങ്ങനെ കരയുന്ന ഒരു അവസ്ഥ ചോദിക്കുന്നത്. പുരുഷന്മാരായ നമ്മളൊക്കെ പല സന്ദർഭങ്ങളിലും കരയാൻ പോലും പാടില്ല എന്ന് വിധിക്കപ്പെട്ട സമൂഹമാണ് അല്ലേ? ചോദിക്കും നമ്മളോട്, ഈ കരേ, നിങ്ങൾ കരേ ചോദിക്കൂലേ? പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ പരാജയപ്പെട്ടവൻ കരഞ്ഞു പറയുന്ന ചില ഡയലോഗ് അത് അങ്ങനെ തന്നെ പറയും. അങ്ങനെ തന്നെ പറയും. എങ്ങനെ പറയാ നിങ്ങള്? എന്താ പറയാ? ഫയഖൂലൂന യാ ലൈതനീ ലം മൂത കിതാബിയ. ഒന്നാമതോ പറയുന്നറിയോ, ഈ ഗ്രന്ഥം എനിക്ക് തന്നില്ലായിരുന്നെങ്കിൽ, ഈ സംവിധാനം തന്നെ ഇല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. വീണ്ടും അവൻ പറയുകയാണ്, വലം അദ്രി മാ ഹിസാബിയ. ഈ വിചാരണ എന്താണെന്ന് ഞാൻ അറിയാതിരുന്നുവെങ്കിൽ. അത് നടക്കൂല. എന്നാലും പറയാ, വിചാരണ എന്താണെന്ന് ഞാൻ അറിയാതിരുന്നുവെങ്കിൽ. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ. മരണം അതെല്ലാം അങ്ങ് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. മാത്രമല്ല, മാഗനാനി മാലിയ. എന്തിനു വേണ്ടിയാണോ ഞാൻ ദിനരാത്രങ്ങളോടി നടന്നത്? ആ സമ്പത്ത് സമ്പാദിക്കാനല്ലേ? ആ സമ്പത്തൊന്നും എനിക്ക് ഉപകാരപ്പെട്ടില്ലല്ലോ. എത്ര കൃത്യമായിട്ട് അല്ലാഹു പറയണല്ലേ? തുടർന്ന് കൊണ്ട് അല്ലാഹു പറയുകയാണ്, ഹലകന്നി സുൽത്താനിയ. എനിക്കല്ലാഹുവേ നീ നൽകിയ അധികാരങ്ങളൊന്നും ഈ ദുനിയാവിൽ വെച്ച് എനിക്ക് ഉപകാരപ്പെട്ടു എന്നല്ലാതെ ഈ ലോകത്ത് അതൊന്നും എനിക്ക് ഉപകാരപ്പെട്ടില്ലല്ലോ. ഇത് കരയുമ്പോ അല്ലാഹു എന്താ പറയാ അറിയോ? മിണ്ടായിരിക്കടാ, നമുക്ക് സ്വർഗല്ലേ വേണ്ടി ഞാൻ തരാം എന്നല്ല അല്ലാഹു പറയാ. പിന്നെയോ, ഖുദൂഹു ഫഗുല്ലൂ. അവനെ കെട്ടിവരിയൂ മലക്കുകളെ. സുമ്മൽ ജഹീമ സല്ലൂ. ജ്വലിക്കുന്ന നരകാഗ്നിയിലേക്ക് അവനെ പ്രവേശിപ്പിക്കൂ. നരകത്തിന്റെ കളർ എന്നറിയങ്ങള്, നമ്മുടെ ദുനിയാവിലെ തീയിന്റെ കളർ മഞ്ഞയാണ്, ചോപ്പായിരിക്കാം. പക്ഷെ അവിടെ കറുത്ത തീയാണ്, അതിശക്തമായ ചൂടുള്ള തീയാണ്, ഇരുണ്ട തീയാൻ, ഒരു പ്രകാശം പരത്താത്ത തീയാൻ. പക്ഷെ അതിന് വിസ്ഫോടനങ്ങളുണ്ട്, ശബ്ദ കോലാഹലങ്ങളുണ്ട്. അന്ന് പറഞ്ഞില്ലേ, കഅന്നഹു ജിമാലത്തുൻ സുഫർ. മഞ്ഞക്കൂട്ടങ്ങളായ ഒട്ടകങ്ങൾ ഇങ്ങനെ ചെതറിപ്പോകുന്നത് പോലെയാണ് അതിലെ തീപ്പൊരികൾ ഇങ്ങനെ മാറി മാറി പോകുന്നതാണ്. സഹോദര, അനധിവിദൂരമല്ല. അല്ലാഹു പറഞ്ഞതെന്താ? നിങ്ങൾ അതിനെ കാണുന്നത് ബഈദാൻ, പക്ഷെ ഞാൻ കാണുന്നത് വനറാഹു ഖരീബാ. അതിന്റെ അടുത്തായിട്ടാണ് ഞാൻ കാണുന്നത് എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തിന്മയിലൂടെ അബദ്ധസഞ്ചാരം നടത്തുന്നവരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൃത്യമായി ചെയ്യേണ്ടുന്നവന് കൊടുക്കേണ്ടുന്ന കടമാകുന്ന നമസ്കാരത്തെ കൃത്യമായി നിർവഹിക്കാത്തവരെ, സക്കാത്ത് കൊടുക്കാത്തവരെ, ഹജ്ജ് ചെയ്യാൻ ബാധ്യസ്ഥനായിട്ടും ഇപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കാത്തവരെ, ഓരോന്നെടുത്ത് ആലോചിച്ചോളി, ഓരോന്നെടുത്ത് പരിശോധിച്ചോളി. 70 മുഴം ചെങ്ങലകളിലാണ് അത്രേ
അവനെ വരിഞ്ഞു കെട്ടിക്കൊണ്ടുപോകുക. മക്ക മുതൽ മദീന വരെ അവന്റെ ശരീരത്തെ വിശാലമാക്കപ്പെടുന്ന 3 ദിവസം തോലിന്റെ കട്ടി ഒരു കുതിരയാത്രക്കാരന് സഞ്ചരിക്കാവുന്ന മിസ്ലു ജബൽ ഉഹദിൻ, പർവ്വതം ഉഹദ് മലയോളം അവന്റെ ആണിപ്പല്ലിന് വലിപ്പമുണ്ടാക്കി കൊടുക്കുന്ന നരകവാസിയുടെ മാംസകഷ്ണങ്ങളാണ് നരകത്തിൽ വെന്തുരുകുന്നത്. അല്ലെ, കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദല്ലഹും ജുലൂദൻ ഗൈറഹാ. ആ ഓരോ തൊലികൾ ഇങ്ങനെ കരിഞ്ഞു പോകുമ്പോ ഫ്രഷ് തൊലിയ കൊടുക്കുക. ഇന്തോനേഷ്യയിലെ ആധുനിക ശാസ്ത്രജ്ഞൻ, നിരീശ്വരവാദിയായ ഒരു ഡോക്ടർ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഖുർആനിലെ നരകവുമായി ബന്ധപ്പെട്ട ഈ വചനം വായിച്ചുകൊണ്ടാണ്. എങ്ങനെയാണ് 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മുഹമ്മദ് നബി എന്ന് പറയുന്ന മഹാപ്രവാചകൻ തോലിലാണ് വേദനകൾ ഉള്ളത് എന്ന് പഠനം നടത്തിയത്? എങ്ങനെയാണ്? തോലാണ് മാറ്റിക്കൊടുക്കുന്നത്. നരകം വേദനകളുടെ ലോകാണ്. എന്തേ മാംസം എന്ന് പറയാതിരുന്നത്? എന്തേ എല്ല് എന്ന് പറയാതിരുന്നത്? എന്തേ തോലി എന്ന് പറഞ്ഞത്? തീപ്പൊള്ളറ്റ ആളുകളെ ഡോക്ടറേറ്റ് കൊണ്ടുപോയാൽ അവിടെ ഇങ്ങനെ സൂചി കൊണ്ട് കുത്തിവെക്കും. വേദന ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ തോല് മുഴുവൻ കരിഞ്ഞു പോയിട്ടില്ല. വേദനയില്ലേ, തോല് മുഴുവൻ അടർന്നു പോയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ കാലാതിവർത്തിയായ ഗ്രന്ഥമാണ്. 1400 ചില്ലാനം കൊല്ലമായി ശത്രുക്കളുടെ മുന്നിലൂടെ, അനുകൂലികളുടെ മുന്നിലൂടെ കടന്നു വന്ന ഈ വിശുദ്ധ ഖുർആൻ 2024 തീയതി ഈ ഡേറ്റിൽ വരെ സഹോദരങ്ങളെ ഒരബദ്ധവും പിടയാതെ ശത്രുക്കളുടെ മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഈ ഖുർആൻ എന്ന് പറയുന്ന മഹാവേദ ഗ്രന്ഥത്തിന്റെ അനുയായികളാകാൻ ഭാഗ്യം കിട്ടിയിട്ട് നമ്മൾ എവിടെയാണ്? ലോകമെന്ന് ഇസ്ലാമിന്റെ തടലേക്ക് മടങ്ങാൻ. ഫാസ്റ്റ് റിലീജിയൻ കാട്ടുതീ പോലെ യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്ലാം പടർന്നു പന്തലിക്കുമ്പോ ഒരു ഉപ്പക്കും മുസ്ലിമായ ഉപ്പക്കും ഉമ്മക്കും ജനിക്കാൻ ഭാഗ്യം കിട്ടിയിട്ട് ഇപ്പോഴും ഇങ്ങനെ സാമട്ടില് ഹിദായത്ത് കൊണ്ട് പന്താടുന്നവരെ, മരണമുണ്ട് നിങ്ങൾക്ക്, പരലോകമുണ്ട് നിങ്ങൾക്ക് എന്ന് കുറച്ച് ആർജവത്തോടെ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാനികപരമായി മാനസികമായി ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, വേറെ ഒന്നുകൊണ്ടുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനനുസരിച്ച് പൂർണ്ണമായി ജീവിക്കണമെന്ന് വാശി പിടിച്ച ഒരാളായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. നമുക്കറിയോ, അദ്ദേഹം റൂമിൽ ഒരു ദിവസം കിടക്കുകയാണ്. റൂമിന്റെ ജനാലയുടെ പഴുതിൽ വന്നുകൊണ്ട് ഒരു പക്ഷി, ഒരു കുരുവി വന്നിരുന്നു. ആ കുരുവിയെ കണ്ടപാടെ ആ കുരുവിയെ നോക്കിയിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണെന്നറിയോ? ഏ കുരുവി, ഏ പക്ഷി, നീ എത്ര വലിയ ഭാഗ്യവാനാണ്. കാരണം എന്താണെന്നറിയോ? നിനക്ക് എന്നെ പോലെ നാളെ വിചാരണയില്ലല്ലോ എന്നാണ്. നീ തിന്നതിനെ കുറിച്ചും നീ പറഞ്ഞതിനെ കുറിച്ചും നീ കണ്ടതിനെ കുറിച്ചും ഒന്നും നാളെ റബ്ബിന്റെ കോടതിയിൽ വിചാരണയില്ലല്ലോ. ഞാൻ നിന്നെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് പറയാനാരെ? ഈ ഉമ്മത്തിൽ നിന്ന് പ്രവാചകന്മാർ കഴിഞ്ഞാൽ ആദ്യം സ്വർഗത്തിലേക്ക് പോകുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുമാർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടില്ലേ നിങ്ങൾ? നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് അല്ലേ? എന്തായിരുന്നു അത്? അതെ, ഇദാ വഖഫ അലാ ഖബരി ബകാ ഹത്താ യബ്ലാ ലഹിയത. താടി രോമം നനഞ്ഞു കുതിരുമാറ് ഖബർ കണ്ടാൽ കരഞ്ഞിരുന്നു. എത്ര ആളുകൾ ആ ഖബർ കാണുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ? ഒരിറ്റു കണ്ണുനീർ നമ്മുടെ കണ്ണിൽ നിന്ന് പൊഴിയാറുണ്ടോ? എന്തേ നമ്മുടെ മനസ്സിന് പറ്റിപ്പോകുന്നത്? എത്ര മയ്യത്തുകളെ സഹോദരങ്ങളെ താങ്ങി ഇറക്കി ചരിച്ചു കടത്തി മണ്ണ് വാരിയിട്ടു. എത്ര മയ്യത്തിനെ കണ്ടുപോന്നോ? എന്തേ നമ്മുടെ മനസ്സിൽ ഒരു ഉളുക്കിടലുമില്ലാതെയായി പോയി? നമ്മൾ കരയണ്ട, മനസ്സൊന്ന് പടയുന്നുണ്ടോ നമുക്ക്? എന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. അവിടെയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറഞ്ഞില്ലേ, യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരാട് ചത്താൽ ഈ ഉമർ നാളെ മറുപടി പറയേണ്ടി വരുമെന്ന് പറഞ്ഞ് ചിന്തിച്ച പരലോകം, അത് നീതിയുടെ ലോകമാണ്. ഇവിടെ നമുക്ക് നീതി കിട്ടിയില്ല എങ്കിലും നീതിയുടെ ലോകം നമ്മുടെ മുന്നിൽ വരാനുണ്ട് എന്ന് അതിശക്തമായി വിശ്വസിച്ച്, വബിൽആഖിറതിഹും യുഖിനൂൻ, അതിശക്തമായി അതിൽ വിശ്വസിച്ച് നന്മയിൽ മുന്നേറുക. പ്രവാചകന്മാർ മുന്നേറിയതുപോലെ യുസാരിഊന ഫിൽ ഖൈറാത്ത്. അല്ലാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഉണർത്തുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ മറക്കാൻ പാടില്ല. പ്രഗൽഭനായ മുഫസ്സിറാണ്, റഈസുൽ മുഫസ്സിരീനാണ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഖുർആൻ പണ്ഡിതനാണ്. നിങ്ങൾ ആരെങ്കിലും ഖുർആൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇബ്നു മസ്ഊദിനെ സമീപിക്കുക എന്ന് പറഞ്ഞ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസാണ്. അതിന്റെ പേര് മാറിപ്പോയതാണ്.
നിങ്ങൾ ആരെങ്കിലും ഖുർആൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇബ്നു മസ്ഊദിനെ നിങ്ങൾ സമീപിക്കണമെന്ന് പറഞ്ഞ ആ സഹാബി അദ്ദേഹത്തോട് ഒരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞു, മോനെ ഇബ്നു മസ്ഊദ്, താങ്കൾ എനിക്ക് ഖുർആൻ ഒന്ന് ഓതിത്തരണം എന്നാണ് പറഞ്ഞത്. അപ്പം അല്ലാഹുവിൻ്റെ റസൂലോട് അദ്ദേഹം ചോദിച്ചു, നബിയെ, നിങ്ങൾക്കല്ലേ ഖുർആൻ അവതരിച്ചത്, നിങ്ങളിൽ നിന്നല്ലേ ഞങ്ങളത് കേൾക്കേണ്ടത്? അപ്പം റസൂലുള്ളാഹി പറഞ്ഞു, അത് മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അങ്ങനെ അദ്ദേഹത്തിന് റസൂലുള്ളാഹിക്ക് വേണ്ടി അദ്ദേഹം ഓതിക്കൊടുത്തത് സൂറത്തുൻ നിസാ ആണ്, 4-ാം അധ്യായം. ആ 4-ാം അധ്യായം അദ്ദേഹം ഇങ്ങനെ ഓതി വരുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടിരിക്കുകയാണ്. ഇബ്നു മസ്ഊദ് സുന്ദരമായി ഖുർആൻ ഓതിയിരുന്ന സഹാബിയാണ്. അത് ഓതി ഇങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക 41-ാമത്തെ ആയത്തിലെത്തി. 41-ാമത്തെ ആയത്ത് ഇബ്നു മസ്ഊദ് ഓതി, ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മ ബിശഹീദിൻ വജിഇനാ ബിക അലാ ഹൗലാഇ ശഹീദാ. എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? എല്ലാ സമുദായത്തിൽ നിന്നും നാം ഒരു സാക്ഷിയെ നാളെ പരലോകത്ത് കൊണ്ടുവരും. നബിയെ, നിങ്ങളെ ഉമ്മത്തിന്റെ സാക്ഷിയായി ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്ന ആ സമയം ഒരു ബേജാറുള്ള സമയം തന്നെയാണ് അതല്ലേ? ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇബ്നു മസ്ഊദ്, താങ്കളിന് ബാക്കി ഓതരുത്. കരഞ്ഞുകൊണ്ടായിരുന്നു റസൂലുള്ളാഹി പറഞ്ഞത്. അല്ലാഹുവിൻ്റെ അടുക്കൽ ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തി പരലോകത്തെ ഇത്രത്തോളം ഭയപ്പെട്ടിരുന്നുവെങ്കിൽ, അത്രത്തോളം ആ ലോകത്തിന് വേണ്ടി ദുനിയാവിൽ നിന്ന് ഒരുങ്ങി കാണിച്ചു തന്നു എങ്കിൽ, സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ച് നോക്കൂ. അല്ലാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ ആയിഷ ബീവി പറഞ്ഞു, നബിയെ, എനിക്ക് നിങ്ങളുടെ കൂടെ തോളിൽ, നിങ്ങളുടെ നെഞ്ചിൽ തലവെച്ച് ഒന്ന് കിടക്കണം. ഒരു രാത്രി അവരുടെ ബെഡ്റൂമിൽ നടന്നൊരു ചർച്ചയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മോളെ ആയിഷ, ഇന്നതെനിക്ക് മൂടുള്ളൊരു ദിവസമല്ല, ഇന്നെനിക്കതിന് താല്പര്യമില്ല. അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, എന്ത് പറ്റി നബിയെ? അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, ജിബ്രീൽ എൻ്റെ അടുക്കലേക്ക് 3 ആയത്ത് കൊണ്ടുതന്നു ആയിഷ. ഏതാണ് ആയത്തെന്നറിയുമോ? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. അടുത്ത ആയത്ത് എന്താണ്? الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. അവസാനത്തെ വചനം ഓതിയപ്പോഴാണ് റസൂലുള്ളാഹി വിതുമ്പിക്കരയുന്നത്, റബ്ബനാ إنك من تدخل النار فقد أخزيته وما للظالمين من أنصار. ഇത് റസൂലുള്ളാഹി സുബഹിയുടെ സമയത്ത് എണീറ്റ് നേരം വെളുക്കോളം കരയുന്നതാണ്. ബിലാൽ ബാങ്ക് കൊടുക്കാൻ വന്നപ്പോൾ നബി കരയാണ്. കരഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ കണ്ണുനീര് മുസല്ലയിൽ എത്തിയിട്ടുണ്ട്. എന്ത് പറ്റി നബിയെ? ബിലാൽ, എനിക്ക് ജിബ്രീൽ കൊണ്ടുതന്ന 3 വചനങ്ങൾ. അല്ലാഹുവേ, നീ ആരെയെങ്കിലും ആ നരകത്തിലേക്ക് പ്രവേശിപ്പിച്ചാൽ ഫഖദ് അഖ്സൈത, നീ അവനെ നിന്ദ്യനാക്കി കളഞ്ഞു റബ്ബേ. വമാലി ദ്ദാലിമീന മിൻ അൻസാർ, അക്രമികൾക്ക് സഹായികളായി ആരുമില്ല എന്ന് പറഞ്ഞ് കരയുന്ന മഹാരഥന്മാരായ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെയുള്ള മുൻഗാമികൾ അവർ നമ്മുടെ മുന്നിലുണ്ടാകുമ്പോൾ, സഹോദരങ്ങളെ, അവരുടെ ജീവിതപാതയിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഇതിൻ്റെ അവസാനത്തിൽ ഞാൻ ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് വേണ്ടത് അത് നന്ദി ചെയ്യുന്നൊരു മനസ്സാണ്. അത് കൂടി ചേർത്ത് വെക്കുകയാണ് ഞാൻ ഇതിൻ്റെ കൂടെ. അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് എന്ന് പറയുന്ന സലഫിൽപ്പെട്ട മഹാരഥനായ വ്യക്തി, അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ്, അദ്ദേഹം സുദീർഘമായൊരു യാത്ര പോവുകയാണ്. പോകുന്ന വഴിക്ക് കയ്യും കാലുമില്ലാത്ത ഒരു വ്യക്തിയെ, 2 കൈയുമില്ല 2 കാലുമില്ല, അതില്ലാത്തൊരു വ്യക്തി ഒരു ടെന്റിൽ മരുഭൂമിയുടെ ഉൾപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ഒരാളെ അബ്ദുല്ലാഹി മുഹമ്മദ് കാണുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ആ 2 കൈയും കാലും ഇല്ലാത്ത മനുഷ്യനുണ്ടല്ലോ, അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അൽഹംദുലില്ലാഹ് 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് അബ്ദുല്ലാഹി മുഹമ്മദ് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് അൽഹംദുലില്ലാഹ് പറയാൻ കഴിയുന്നത്? 2 കാലില്ലല്ലോ, 2 കൈയില്ലല്ലോ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് പറയാൻ കഴിയുന്നതെന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ആകാശത്ത് നിന്ന്
ഒരു ഇടിത്തി എന്നെ കരിച്ചു കളഞ്ഞാലും എൻ്റെ റബ്ബിനോട് നന്ദി കേടിൻ്റെ വാക്ക് ഞാൻ പറയില്ല. എനിക്ക് അള്ളാഹുവിനെ സ്മരിക്കാൻ അള്ളൊരു നാവ് തന്നില്ലേ, എനിക്ക് അള്ളാഹുവിനെ ഓർക്കാൻ അല്ല എനിക്ക് ബുദ്ധി തന്നില്ലേ, ഇതിനേക്കാൾ വലിയ അനുഗ്രഹം എന്ത് വേണം? രണ്ട് കയ്യും കാലില്ലാത്ത മനുഷ്യൻ പറയാ നമുക്കൊന്ന് വീട് പോരാ, വാഹനം പോരാ, ഡ്രസ്സ് പോരാ, സംവിധാനങ്ങൾ പോരാ, ഉള്ളതിനേക്കാൾ അധികം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെയൊക്കെ മനസ്സെന്നുള്ളതല്ലേ സഹോദരങ്ങളെ. രണ്ട് കയ്യും കാലില്ലാത്തൊരു മനുഷ്യനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഉള്ള നമ്മൾ പറയുന്നുണ്ടോ? എല്ലാം ഉള്ള നമ്മള് മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ പറയുന്നുണ്ടോ? ഏറി വന്ന ഭക്ഷണം കഴിച്ചാൽ പറഞ്ഞേക്കാം, നിസ്കാരശേഷം 33 വട്ടം പറഞ്ഞേക്കാം. അതിൻ്റെ അപ്പുറത്ത് അള്ളാഹ് ഇതെല്ലാം എനിക്ക് നിലനിർത്തി തന്ന റബ്ബേ ഞാൻ നിന്നെ എങ്ങനെയാണ് സ്തുതിക്കേണ്ടതെന്ന് പറഞ്ഞ് ഒരു അൽഹംദുലില്ലാ പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദിനോട് ഈ കയ്യും കാലില്ലാത്ത വ്യക്തി പറയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യുമോ? നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യുമോ? എന്തേ എന്ന് ചോദിച്ചു. അബ്ദുല്ലാഹി മുഹമ്മദ്, എൻ്റെ മകനെ കുറേ സമയത്ത് കാണല്ല, അദ്ദേഹത്തെ നിങ്ങളൊന്ന് അന്വേഷിച്ച് വരുമോ? എനിക്ക് നടക്കാൻ ഓടാനൊന്നും കഴിയില്ല, നിങ്ങളൊന്ന് പോയി വരുമോ? എനിക്ക് വല്ലാത്തൊരു ബേജാർ എൻ്റെ മകനെ കാണാത്തതിൻ്റെ പേരിൽ. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിനിടയിൽ കുറച്ചകലെ മരുഭൂമിയുടെ മണൽക്കുന്നിൻ്റെ മുകളിൽ ചെന്നായകൾ കടിച്ചു കീറിയിട്ട ഒരു ശരീരമായി അദ്ദേഹത്തിൻ്റെ മകനെ കാണുകയാണ്. അബ്ദുല്ലാഹി മുഹമ്മദ് ചിന്തിച്ചു പോയി, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മകൻ ഇങ്ങനെ മരിച്ചു കിടക്കുന്നു എന്ന് ഞാൻ ആ മനുഷ്യനോട് ചെന്ന് പറയാം. എന്തനുഗ്രഹമാണ് ഭൗതികമായി അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളതല്ല. ഈ ഉള്ള മകനെയും അദ്ദേഹത്തിന് വേണ്ടി ഇന്ന് ബാത്റൂമിൽ പോകാൻ, ചിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ ചിലപ്പോൾ ആ മകനെ ഉണ്ടാവുള്ളൂ. ആ കുട്ടിയും പോയി എന്ന് ഞാൻ എങ്ങനെയാണ് പറയാ? ആ സമയത്താണ് എൻ്റെ മനസ്സിലോട് ചില ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു. അബ്ദുല്ലാഹി മുഹമ്മദ് പറയാ, ഞാൻ ആ കയ്യും കാലില്ലാത്ത സഹോദരൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് ഞാൻ ചോദിച്ചു, ഒറ്റ ചോദ്യം, നിങ്ങളാണോ അയ്യൂബ് നബിയാണോ ഉത്തമൻ? ഒറ്റ ചോദ്യം, നിങ്ങളാണോ അയ്യൂബ് നബിയാണോ ഉത്തമൻ? ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്താ സംശയം? അയ്യൂബ് നബി അലൈഹിസ്സലാം. ആ സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ അദ്ദേഹത്തെ കാണുന്നത്? അയ്യൂബ് നബി, എന്താ അയ്യൂബ് നബിയെ കുറിച്ച് പറയാനുള്ളത്? ആ സമയത്ത് മഹാനായ ആ വ്യക്തി പറഞ്ഞു, വജദഹു സ്വാബിറ ശാകിറ ഹാമിദ. അങ്ങനെയാണ് ഞാൻ അയ്യൂബ് നബിയെ കാണുന്നത്. അദ്ദേഹത്തെ ഞാൻ കാണുന്നത് സ്വാബിറ, ക്ഷമാലുവാൻ. കാരണം 18ഓളം കൊല്ലം ശരീരത്തിൽ മുറി വന്ന് വ്രണാവൃതമായ ശരീരത്തോടെ ജീവിച്ച പ്രവാചകനാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. വേണ്ടപ്പെട്ട കുടുംബമൊക്കെ അകന്നു പോയിട്ടുണ്ട്, എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോഴും നന്ദി കേടിന്റെ വാക്ക് പറയാതെ അള്ളാഹുവിനോടൊരു വാക്ക് പറഞ്ഞ വ്യക്തിയാണ് ആ പ്രവാചകൻ. ആര് അല്ലേ? അള്ളാഹുവേ അൻത അർഹമുർ റഹീമീൻ. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ഷാക്കിറൻ, നന്ദിയുള്ള അടിമയാണ്. മാത്രമല്ല ഹാമിദൻ, അള്ളാഹുവിനെ സ്തുതിക്കുന്ന വ്യക്തിയാണ്. എങ്കിൽ നിങ്ങൾ അന്വേഷിക്കുന്ന നിങ്ങളുടെ മകൻ മരണപ്പെട്ടിരിക്കുന്നു. ഉടനെ തന്നെ തൻ്റെ ജീവിതത്തിൽ നിന്ന് വലിയൊരു പാർട്ട് നീങ്ങിപ്പോയ ആ കൈകാലുകളില്ലാത്ത മനുഷ്യൻ പറഞ്ഞു പോയ വാക്ക് സുന്ദരമായി ചരിത്രത്തിൽ കാണാം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു വിപത്ത് ബാധിച്ചാൽ വിശ്വാസി പറയുന്ന വാക്കാണ്. അതുവഴി വന്ന 2 പേർ അല്ലേ, നിങ്ങൾക്കറിയോ? ഈ ഇന്നാ ലില്ലാഹി എന്ന് പറഞ്ഞ വാക്ക് ചൊല്ലിയിട്ട് കൂടുതൽ സമയം കഴിയാതെ അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദിന്റെ മുന്നിൽ കിടന്ന ആ വ്യക്തി മരണപ്പെട്ടു എന്നാണ്. അതുവഴി കുറച്ച് കഴിഞ്ഞപ്പോൾ 2 ആള് വന്നു. ആ സമയത്ത് ഈ കൈകാലുകളില്ലാത്ത വ്യക്തി അദ്ദേഹത്തെ നോക്കിയിട്ട് 2 പേർ പറഞ്ഞു, മഹാരഥനായ ഇബ്നു അബ്ബാസ്, സഹാബിയാൻ, റഈസുൽ മുഫസ്സിർ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ ഇബ്നു അബ്ബാസിന്റെ ശിഷ്യനായ, ഒരുപാട് ഹദീസുകൾ മനഃപ്പാടമാക്കിയ അബൂ കിലാബാണല്ലോ ഈ മരിച്ചു കിടക്കുന്നത്. ചില്ലറക്കാരനല്ല. ഇബ്നു അബ്ബാസിന്റെ പ്രഗൽഭ ശിഷ്യന്മാരിൽപ്പെട്ട അബൂ കിലാബ് എന്ന് പറയുന്ന വ്യക്തിയാണല്ലോ ഈ മരിച്ചു കിടക്കുന്നത്. സഹോദരങ്ങളെ, മടങ്ങാം നമുക്ക് റബ്ബിലേക്ക്. എല്ലാം തന്നിട്ടുണ്ട് റബ്ബ്. വീടുണ്ട്, വാഹനമുണ്ട്, ആരോഗ്യമുണ്ട്, മക്കളുണ്ട്, സമ്പത്തുണ്ട്, ഭക്ഷണമുണ്ട്, സൗകര്യങ്ങളുണ്ട്. നമുക്ക് എളുപ്പമാണ് റബ്ബിലേക്ക് മടങ്ങാൻ. അതിന് പറ്റിയൊരു മണ്ണുണ്ട്, സംവിധാനങ്ങളുണ്ട്. എന്നിട്ടും റബ്ബിലേക്ക് തിരിച്ചു നടക്കാതെയാണ് പോകുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ വെച്ച് കാണാം
എന്ന് മാത്രമേ അത്തരം ആളുകളോട് സൂചിപ്പിക്കാനുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുന്ന വിശ്വാസികളിൽ നമ്മെ ചേർക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും അള്ളാഹു തിരിച്ചുവിടുമ്പോൾ സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ കടന്നു പോകുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. ഏത് സമയത്ത് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് സ്വർഗത്തിൽ മഖഅദും കണ്ട് മരിക്കുന്ന മഹാവിജയികളിൽ അള്ളാഹു സാധുക്കളായ പാപികളായ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇടകളിൽ നിന്നും മക്കളിൽ നിന്നും അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മെ നോക്കി കടന്നു വരുന്ന എല്ലാ മുസീബത്തുകളെയും ഫിത്നകളെയും അള്ളാഹു നമ്മിൽ നിന്ന് തിരിച്ചു വിടുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.